മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ കേരളം അറിയുന്ന, പരക്കെ അറിയപ്പെടുന്ന, ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്താനുള്ള കളമൊരുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമോ? ഇത് ആ മനുഷ്യൻ തന്നെ പറയുകയാണ്. പറഞ്ഞിരിക്കുന്ന ആളുടെ പേര് ആരിഫ് ഹുസൈൻ തെരുവത്ത്. ആരിഫ് ഹുസൈൻ തെരുവത്ത് പരസ്യമായി കേരള പോലീസ്, മുഖ്യമന്ത്രി സതീശൻ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നു, എൻ്റെ ജീവൻ അപകടത്തിലാണ്. മീഡിയ വൺ, മുക്കാൽ മീഡിയ എന്ന് പറയുന്ന, മുക്കാൽ ഭാഗവും നുണ പറയുന്ന ആ മാധ്യമം എനിക്കെതിരെ ജിഹാദിലുള്ള ഡോഗ് വിസിലിംഗ് നടത്തുന്നു, സുരക്ഷ വേണം എന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ട് 21 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഒരു മാധ്യമവും ഇതറിഞ്ഞിട്ടില്ല. ഒരു ടെലിവിഷൻ ചാനലിലും വാർത്ത പോലും ആവുന്നില്ല. ഇനി ഇത് അന്തിച്ചർച്ചയാവാനും പോകുന്നില്ല. കേരളം അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് തൻ്റെ ജീവന് ഭീഷണി ഉണ്ട് എന്നു പറഞ്ഞാൽ അത് വാർത്ത പോലും ആവാത്തത് എന്തുകൊണ്ടാണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിത് വെറുതെ ആരിഫ് ഹുസൈൻ വെറുതെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഈ മാധ്യമങ്ങൾ തള്ളുമായിരിക്കും. പക്ഷേ അതിൻ്റെ താഴെ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കമൻറ്റിന് താഴെ അഷിത് എ എന്ന് പറഞ്ഞ ഒരാൾ 20 മണിക്കൂർ മുമ്പ് ഇട്ടിരുന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. ഇല്ലാത്ത ബലാത്സംഗ കഥ പരത്തി നാദാപുരത്ത് ഈന്തുള്ളിൽ വിനുവിനെ കൊല്ലിച്ചതും ഇതേ കൂട്ടരായിരുന്നു. ജോസഫ് മാഷ്ക്കെതിരെ നിരന്തരം വാർത്ത കൊടുത്ത് തീവ്രവാദികളെ കൊണ്ട് കൈവെട്ടിച്ചതും ഇതേ കൂട്ടരായിരുന്നു. ഈന്തുള്ളിൽ ബിനുവിനെ ഓർക്കണം. ഒരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, ഹിന്ദുവായ വിനു എന്ന പേരിൽ വാർത്തയുണ്ടാക്കി, നിരന്തരം വാർത്തകൾ. ഒടുവിൽ ഇസ്ലാമിക ഭീകരന്മാർ ബിനുവിനെ വെട്ടിക്കൊന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ചില ആളുകൾ പറയിപ്പിച്ചതാണ് എന്ന് പറയുന്നു. ഒരു ജീവൻ പോയി, ഒരു ഹിന്ദുവിൻ്റെ ജീവൻ പോയി. ജേക്കബ് ലാസർ എഴുതിയിരിക്കുന്നു, ജോസഫ് മാഷിനെതിരെ ഭൂമിയ ഒരുക്കിയത് മാധ്യമം പത്രമാണ്, ആരിഫ് ഹുസൈൻ സൂക്ഷിക്കണം. അപ്പോൾ ഈ ഏതാണ്ട് 4700 പേർ കാണുകയും 636 പേർ ഷെയർ ചെയ്യുകയും 984 പേർ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റിന് കമൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആരിഫ് ഹുസൈന് പറയാനുള്ളത്? ആരിഫ് ഹുസൈൻ പറയുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന കാര്യം ആദ്യം പറഞ്ഞിട്ട് തുടങ്ങും. ആരിഫ് ഹുസൈൻ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ പറയുന്നവരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ അടുപ്പുകുട്ടി ചർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ 7 മണി 8 മണി ചർച്ചയിൽ എന്നെ വിളിക്കൂ, സംവാദത്തിന് ഞാൻ വരാം. എന്നോട് പറഞ്ഞ് ജയിക്കാം. നിങ്ങളുടെ ദാവൂദിനോ നിങ്ങളുടെ അജിംസിനോ പിന്നെ നിഷാദിനോ എന്നോട് പറഞ്ഞ് വാദിച്ച് ജയിക്കൂ, ഞാൻ വരാം എന്ന് പറയുന്നു. ആ വെല്ലുവിളി അവർ സ്വീകരിക്കില്ല. കാരണം അവർക്ക് ആരിഫ് ഹുസൈനെ നേരിടാൻ പറ്റില്ല. അവരുടെ പാൻറ് നനയും. കാരണം ഉത്തരം കൊടുക്കാൻ പറ്റണ്ടേ. ഇത് ഏകപക്ഷീയമായി അവർ മാത്രം ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ മറു ചോദ്യങ്ങൾ വരാത്തത് കൊണ്ട് അയ്യോ ഞങ്ങൾ ഗോളടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോവാം. പക്ഷേ സംവാദത്തിനിരിക്കുമ്പോൾ ബുദ്ധിമുട്ടും. മാത്രമല്ല, എല്ലാവരും കേരള സ്റ്റോറി ഫേക്കാണ് എന്ന് പറഞ്ഞ് ഇവിടെ അർമാദിച്ച കൂട്ടരുണ്ടല്ലോ, ഇടതു വലതു കക്ഷികളെല്ലാം. പക്ഷേ ആരിഫ് ഹുസൈൻ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് ആലുവയിലെ ഒരു ഫാർമസി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി എങ്ങനെ മതം മാറ്റപ്പെട്ടു, എങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് കേരളം ഞെട്ടലോടെ കേട്ടതാണ്. ഐഷ എന്ന് പേരിട്ടിരിക്കുന്ന ഹിന്ദു പെൺകുട്ടി. അവളുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്, നിന്റെ ജീവൻ അപകടത്തിലാണ്, നിന്റെ ജോലി പോകും, നിന്നെ അവർ ഒറ്റപ്പെടുത്തും, നിന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആരിഫ് ഹുസൈൻ പറയുന്നു, ആരിഫ് ഹുസൈൻ്റെ ജീവന് ഭീഷണിയാണ്. സത്യത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ പൊതുസമൂഹം, ഒരു മനുഷ്യൻ പറയുകയാണ് എന്നെ കൊല്ലും, എനിക്ക് സുരക്ഷ വേണം എന്ന് പറഞ്ഞ് പരസ്യമായി പോസ്റ്റ് ഇട്ടിട്ട് അതൊരു ചർച്ചയാക്കാത്തത്, അതൊരു വാർത്തയാക്കാത്തത് ഈ മനുഷ്യൻ വേണമെങ്കിൽ കൊല്ലപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണോ? ഏതായാലും ചുരുക്കത്തിൽ എന്ന് പറഞ്ഞ് ആരിഫ് ഹുസൈൻ എഴുതിയിരിക്കുന്ന പോസ്റ്റ് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം, കണ്ണും കാതും തുറന്ന് കേൾക്കണം. മീഡിയ വൺ അടുത്തിടെ പ്രസിദ്ധീകരിച്ച 2 വീഡിയോകൾ ഞാൻ അതീവ ഗൗരവത്തോടെ കാണുന്നു. ഇത് സാധാരണ മാധ്യമ വിമർശനമല്ല. ഇസ്ലാമിനെ വിമർശിക്കുന്ന എക്സ് മുസ്ലിം ശബ്ദങ്ങളെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ, വർഗീയത ഉണ്ടാക്കുന്നവർ, അക്രമത്തിന് അന്തരീക്ഷം ഒരുക്കുന്നവർ, മുസ്ലിം വിരോധികൾ എന്നിങ്ങനെ ചിത്രീകരിച്ച് സമൂഹത്തിന് മുന്നിൽ വില്ലനാക്കാനുള്ള ശ്രമമാണ്. എനിക്കെതിരെയും എൻ്റെ പോലെയുള്ള എക്സ് മുസ്ലിം വിമർശകർക്കെതിരെയും സംഘടിതമോ അസംഘടിതമോ
ആയ ആക്രമണങ്ങൾക്ക് മാനസികവും സാമൂഹികവുമായ ന്യായീകരണം ഒരുക്കുന്ന ഡോഗ് വിസിലിംഗ് ആണ്. ഈ രീതിയിലാണ് ലോകത്ത് പല ജിഹാദും എക്സ് മുസ്ലിമുകൾക്ക് നേരെ നടക്കുന്നത്. കേരള സർക്കാർ, പോലീസ്, ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ, മനുഷ്യാവകാശ സംവിധാനങ്ങൾ, ജനാധിപത്യ സമൂഹം എല്ലാവരും ഇത് ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട ആരിഫ്, ഒരാളും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റം അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണ്, ഞാൻ ഇസ്ലാം വിട്ടത് മുസ്ലിമുകളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് അതിൻ്റെ ആശയപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനം ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയും അടിമത്ത അനുകൂല അധ്യാപനങ്ങളുമാണ്. ഇന്ന് ഞാൻ ജിഹാദ്, മതാധിപത്യം, മതത്യാഗത്തോടുള്ള അസഹിഷ്ണുത, സ്ത്രീ വിരുദ്ധത, ശരീഅത്ത് രാഷ്ട്രീയത്തിൻ്റെ അപകടം, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ആശയ വേരുകൾ ഇവയെല്ലാം വിമർശിക്കുന്നുണ്ട്. അത് എൻ്റെ അവകാശം മാത്രമല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിൽ എൻ്റെ ബൗദ്ധിക ഉത്തരവാദിത്വവുമാണ്. എനിക്ക് മുസ്ലിങ്ങളോട് വെറുപ്പില്ല. മറിച്ച് ഞാൻ മുസ്ലിങ്ങളെ പലപ്പോഴും ഇസ്ലാമിൻ്റെ ആദ്യ ഇരകളായി കാണുന്നു. അതിൽ എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടുന്നു. ഒരു വിശ്വാസ വ്യവസ്ഥയുടെ ഉള്ളിൽ ജനിച്ചവർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ഏറ്റവും പ്രയാസമാണ്. അത് ഏത് അടഞ്ഞ ആശയ വ്യവസ്ഥയിലും സംഭവിക്കും. മതം അതിനെ ആത്മീയത എന്ന് വിളിക്കും, ഞാൻ അതിനെ ആശയപരമായ തടവ് എന്ന് വിളിക്കും. എൻ്റെ വിമർശനം ഇസ്ലാമിനെയും ജിഹാദിസത്തെയും കുറിച്ചാണ്. അതിനെ ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരോധം എന്ന് റീഡയറക്റ്റ് ചെയ്യുന്നത് പഴയ ഇസ്ലാമിക അപ്പോളജറ്റിക് ജിഹാദി തന്ത്രമാണ്. ലോകമെമ്പാടും ഇസ്ലാമിക വിമർശനത്തെ നിശബ്ദമാക്കാൻ ഉപയോഗിക്കുന്ന അതേ ഫോർമുല. ചോദ്യം ഇസ്ലാമിനോട് ആണെങ്കിൽ മറുപടി മുസ്ലിങ്ങൾ അപകടത്തിലാണ്. വിമർശനം ഖുറാനോടാണെങ്കിൽ കരച്ചിൽ കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ്. ചോദ്യം ജിഹാദിസത്തോടാണെങ്കിൽ മറുപടി നിങ്ങൾ മുസ്ലിം വിരോധിയാണ്. ഇത് ചർച്ചയല്ല, ഇത് ഡിഫ്ലക്ഷനാണ്. പുതിയ ഗ്രാഫിക്സ് ചേർത്താൽ പ്രൊപ്പഗാൻഡ ഉടനെ ഡോക്യുമെൻ്ററി ആകില്ല, അത് പ്രൊപ്പഗാൻഡ തന്നെയായിരിക്കും. കേരളത്തിന് ഈ ചരിത്രം അറിയാം. കാരണം ചേകന്നൂർ മൗലവി ഒരു ഓർമ്മപ്പെടുത്തലാണ്. മതവിമർശനത്തിന് മറുപടി വാദത്തിലൂടെ അല്ലായിരുന്നു, വ്യക്തിയെ ഇല്ലാതാക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. ആദ്യം വിമർശകനെ ഒറ്റപ്പെടുത്തും, പിന്നെ അവനെ സമൂഹ വിരുദ്ധനാക്കും, പിന്നെ അപകടകാരി എന്ന് വിളിക്കും. അതിനുശേഷം ആരെങ്കിലും അവനെ ആക്രമിച്ചാൽ ഞങ്ങൾ അക്രമം പറഞ്ഞിട്ടില്ല എന്ന് കൈ കഴുകും. തനിക്ക് ഇത്തരമൊരു അവസ്ഥ വരുമോ എന്ന് ആരിഫ് ഭയപ്പെടുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ കൈകഴുകൽ പരിപാടി ഇനി മതിയാക്കണം. മീഡിയ വൺ ചെയ്യുന്നത് ഇതാണ്: എക്സ് മുസ്ലിം വിമർശകരെ മനുഷ്യരായി കാണാതെ ഒരു ഭീഷണിയായി ഫ്രെയിം ചെയ്യുക. വിമർശകനെ വെറുപ്പുൽപാദിപ്പിക്കുന്നവൻ സമൂഹത്തിന് അപകടം എന്ന രീതിയിൽ ചിത്രീകരിക്കുക, അവനെ ഡീഹ്യൂമനൈസ് ചെയ്യുക. അങ്ങനെ നാളെ ഏതെങ്കിലും ഒരു ജിഹാദി മതഭ്രാന്തൻ ഈ ഭാഷ കേട്ട് ആക്രമിച്ചാൽ ആ ഭാഷ ഉപയോഗിച്ച മാധ്യമങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇത് മനസ്സിലാക്കാൻ തൽക്കാലം ഹിന്ദുമതത്തെ തന്നെ കൂട്ടുപിടിക്കാം. ഇസ്ലാമിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ വെറുക്കലല്ല, ഹിന്ദുമതത്തെ വിമർശിക്കുന്നത് ഹിന്ദുക്കളെ വെറുക്കലല്ല. ഹിന്ദുമതത്തെ വിമർശിച്ചാൽ ആരും ഒന്നും പറയില്ല, ആരുടെ കൈയും വെട്ടത്തില്ല. ഖുറാനെയും ഹദീസുകളെയും ചോദ്യം ചെയ്യുന്നത് മുസ്ലിമുകളെ അപമാനിക്കലല്ല, ഗീതയും മനുസ്മൃതിയും ചോദ്യം ചെയ്യുന്നത് ഹിന്ദുക്കളെ അപമാനിക്കലല്ല. ജിഹാദിസത്തെ വിമർശിക്കുന്നത് ഒരു സമൂഹത്തെ ആക്രമിക്കലല്ല, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നത് ഒരു സമൂഹത്തെ ആക്രമിക്കലല്ല. ശരീഅത്തിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങളുടെ മനുഷ്യാവകാശത്തെ നിഷേധിക്കലല്ല. ബ്രാഹ്മണ്യത്തെയും ജാതി വ്യവസ്ഥയും വിമർശിക്കുന്നത് ഹിന്ദുക്കളുടെ മനുഷ്യാവകാശത്തെ നിഷേധിക്കലല്ല. ഇവിടെ എനിക്ക് ആരിഫിനോട് ഒരു റിജോയിൻഡർ ഉണ്ട്. കാരണം ബ്രാഹ്മണ്യവും ജാതി വ്യവസ്ഥയും മനുസ്മൃതിയും ഒന്നും ഇന്ത്യയിലെ ഹിന്ദുക്കൾ കൊണ്ട് നടക്കുന്നില്ല. ഇന്ത്യയിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങൾ. ഒരു രാജാവും കേരളത്തിലെ തിരുവിതാംകൂറിലോ കൊച്ചിയിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള അസംഖ്യം നാട്ടുരാജാക്കന്മാരിൽ ആരാണ് മനുസ്മൃതി വെച്ച് രാജ്യം ഭരിച്ചിട്ടുള്ളത്? മുഹമ്മദിൻ്റെ ജീവിതത്തെയും ഇസ്ലാമിക ചരിത്രത്തെയും വിമർശനപരമായി പരിശോധിക്കുന്ന മുസ്ലിം വിരോധമല്ല, രാമായണത്തെയും രാമനെയും വിമർശനപരമായി പരിശോധിക്കുന്ന ഹിന്ദു വിരോധമല്ല. ഇസ്ലാമിക തീവ്രവാദത്തെ വിമർശിക്കുന്ന മുസ്ലിം സമൂഹത്തെ കുറ്റവാളികളാക്കലല്ല, ഹിന്ദുത്വ തീവ്രവാദത്തെ വിമർശിക്കുന്നത് ഹിന്ദു സമൂഹത്തെ കുറ്റവാളികളാക്കൽ അല്ല. അവിടെയും ഒരു ബാലൻസിംഗ് ഉണ്ട്. ഇസ്ലാമിക തീവ്രവാദം പോലെ ഇന്ത്യയിൽ ഹിന്ദുത്വ തീവ്രവാദമുണ്ടോ? എത്ര ബോംബുകൾ വെക്കുന്നു, എത്ര മനുഷ്യരെ നിങ്ങൾ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ചൊല്ലൂ എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുന്നുണ്ട്? ഒന്നുമില്ല. ബാലൻസിങ് കുഴപ്പമില്ല, അത് പോട്ടെ. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ആരിഫിനോട് ഉണ്ടെങ്കിൽ പോലും ആരിഫ് ഉയർത്തുന്ന ശബ്ദം, ആരിഫിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ,
ആ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത്ര ലളിതമായ വ്യത്യാസം മീഡിയ വണ്ണിന് മനസ്സിലാകാത്തതല്ല, മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തതാണ്. ഈ ദീർഘമായ പോസ്റ്റ് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഒരു പാരഗ്രാഫ് കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. TS ശ്യാംകുമാർ, ഇയാളാണ് മാധ്യമം ദിനപത്രത്തിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ പത്രമാണല്ലോ, രാമായണ മാസം വരുമ്പോൾ രാമനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു കോളം മാധ്യമത്തിൽ എഴുതും. കാരണം മാധ്യമ പത്രം ഹിന്ദുക്കളൊന്നും വായിക്കുന്നില്ല. അപ്പോൾ ഹിന്ദുക്കൾ വായിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രത്തിൽ എന്തിനാണ് രാമായണത്തെയും ശ്രീരാമനെയും അവഹേളിച്ചുകൊണ്ട് TS ശ്യാംകുമാറിനെ കൊണ്ട് മാധ്യമം കോളം എഴുതിയിരിക്കുന്നത്? TS ശ്യാംകുമാർ ഹിന്ദുമതത്തെയും ബ്രാഹ്മണ്യത്തെയും ഗീതയും മനുസ്മൃതിയെയും വിമർശിക്കുമ്പോൾ മീഡിയ വണ്ണിൻ്റെ സ്റ്റുഡിയോയിൽ ഹിന്ദു ഫോബിയ അലാറം മുഴങ്ങാറില്ല. സണ്ണി കവിക്കാട് ഹിന്ദു സാമൂഹിക ഘടനകളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ ആരും നിങ്ങൾക്ക് ഹിന്ദുക്കളോട് വെറുപ്പാണോ എന്ന് ചോദിച്ച് പ്രത്യേക പരിപാടി നടത്താറില്ല. പണ്ട് ശ്രീജിത്ത് പണിക്കർ എന്തുകൊണ്ട് അംബേദ്കറിൻ്റെ ഇസ്ലാം വിമർശനത്തെ എടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പുളഞ്ഞതും നാട്ടുകാർ കണ്ടതാണ്. ശരിയാണല്ലോ, അംബേദ്കറെ ഇവർ ഏറ്റുപിടിക്കും. പക്ഷെ അംബേദ്കർ നടത്തിയിട്ടുള്ളത് പോലെയുള്ള കടുത്ത മുസ്ലിം വിമർശനം മറ്റാരും നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഭാഗം കേൾക്കുമ്പോൾ പറയുമ്പോൾ ഇവർക്ക് പൊള്ളും. ശ്രീജിത്ത് എന്ന് പറഞ്ഞപ്പോൾ പൊള്ളി അടർന്നത് നമ്മൾ കണ്ടതാണ്. അവരോട് ആരും ചോദിക്കാറില്ല എന്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തു മതത്തെ ഇതേ അളവിൽ വിമർശിക്കുന്നില്ല, എന്തുകൊണ്ട് എല്ലാ മതങ്ങളെയും ഒരേ മിനിറ്റിൽ, ഒരേ ഡെസിബിളിൽ, ഒരേ മുഖഭാവത്തിൽ വിമർശിക്കുന്നില്ല. അവരുടെ വിമർശനത്തിന് ഒരു വിഷയ ഫോക്കസ് ഉണ്ടാകും, അത് സ്വാഭാവികം. പക്ഷേ ഒരു എക്സ് മുസ്ലിം ഇസ്ലാമിനെ വിമർശിച്ചാൽ മാത്രം പെട്ടെന്ന് മീഡിയ വണ്ണിന് പ്ലൂറലിസത്തിൻ്റെ വേദന തുടങ്ങും. മതവിമർശനം ഇവരുടെ കണക്കിൽ ബാലൻസ് ഷീറ്റ് ആവും. ഒരു വശത്ത് ഇസ്ലാം പറഞ്ഞാൽ മറുവശത്ത് ഹിന്ദുമതം കൂടി പറയണം, അല്ലെങ്കിൽ മുസ്ലിം വിരോധി. അടുത്തതായി അവർ GST ഇൻവോയ്സ് ചോദിക്കുമോ എന്ന് മാത്രം ബാക്കി. ഞാൻ ഹിന്ദുമതത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയം ഞാൻ തീരുമാനിക്കും, ക്രിസ്തു മതത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയം ഞാൻ തീരുമാനിക്കും. എൻ്റെ വിമർശനത്തിൻ്റെ ടൈം ടേബിൾ മീഡിയ വണ്ണിൻ്റെ മതപരമായ അസ്വസ്ഥത അനുസരിച്ച് തയ്യാറാക്കേണ്ടത്, അതിനുള്ള ബാധ്യത എനിക്കില്ല. ഞാൻ ജനിച്ച മതത്തെ വിമർശിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് നൈതികവും അനുഭവപരവുമായ പ്രസക്തിയുള്ള കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ ജനിച്ച ഒരാൾ എന്ന നിലയിൽ അതിൻ്റെ മാനസിക ഘടനയും സാമൂഹിക സമ്മർദ്ദങ്ങളും മതത്യാഗത്തോടുള്ള പ്രതികരണവും ഞാൻ നേരിട്ടറിഞ്ഞതാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. എൻ്റെ അനുഭവത്തെ അസാധുവാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എൻ്റെ വിമർശനത്തെ മുസ്ലിം വിരോധമാക്കി മാറ്റാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്നെ സമൂഹത്തിന് മുന്നിൽ അപകടകാരിയായി ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നിങ്ങനെ പോകുന്ന ഈ പോസ്റ്റ് അവസാനമായി ഇങ്ങനെയാണ്: മീഡിയ വൺ, നിങ്ങൾ എന്നെ വിമർശിക്കാം, ഞാൻ മറുപടി പറയും. അതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിൽ വിമർശനത്തിന് മറുപടി വിമർശനമാണ്, ഭീഷണിയല്ല, ഡോഗ് വിസിലിംഗ് അല്ല. ഞാൻ മതം വിട്ടത് മറ്റൊരു ഭയം ഏറ്റെടുക്കാനല്ല. ഞാൻ സംസാരിക്കും, കൂടുതൽ വ്യക്തമായി, കൂടുതൽ തെളിവുകളോടെ, കൂടുതൽ ശക്തമായി. ഞാനത് കാണുന്നു, ഞാനത് രേഖപ്പെടുത്തുന്നു, ഞാൻ അത് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു. മുക്കാൽ മീഡിയയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചർച്ചകളിൽ എന്നെ വിളിക്കുക. നിങ്ങളുടെ പൊള്ളത്തരവും ജിഹാദിത്തരവും ഇരട്ടത്താപ്പും ഞാൻ പൊളിച്ചു കാണിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. പറ്റുമെങ്കിൽ എന്നെയും നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാം. ഏതായാലും ഈ ജിഹാദി ഫോർമുലയിലുള്ള ഡോഗ് വിസിൽ ഞാൻ കാര്യമായി എടുക്കുകയും പരാതികൾ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ആരിഫ് ഹുസൈൻ തെരുവത്തെ എക്സ് ജിഹാദി ഡോഗ് വിസിൽ ബ്ലോവർ. ഇവരുടെ ഒരു വലിയ പരാതി എന്തറിയോ? ഈ മുസ്ലിം മതം വിട്ടിട്ടും ആരിഫ് ഹുസൈൻ മുസ്ലിം പേര് ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് ഇസ്ലാം ഉണ്ടായതിനു ശേഷം ഉണ്ടായ പേരാണോ? അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇസ്ലാം ഉണ്ടായിട്ട് 1400 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പും അറബികൾക്ക് ആരിഫ് എന്നും ഹുസൈൻ എന്നൊക്കെ പേരുണ്ടായിരുന്നു. ഇനി മാത്രമല്ല, ഒരു പേര് ഒരു മതത്തിൻ്റെ മാത്രമാവുന്നത് എങ്ങനെയാണ്? എൻ്റെ പേര് സുനിൽ എന്നാണ്. സുനിൽ മാത്യു ഇല്ലേ? ക്രിസ്ത്യാനികൾക്കും ഉണ്ട് സുനിൽ എന്നുള്ള പേര്. സുനിൽ മുഹമ്മദ് ഉണ്ട്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഒരു പേര് ഒരു മതത്തിൻ്റെ ആവുന്നത് എങ്ങനെയാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകരെ, വിമർശകനെ, സത്യം പറയുന്ന ആളെ, ഫ്രീ തിങ്കറെ അപകടകാരിയായി ചിത്രീകരിച്ച് മറ്റൊരു ജോസഫ് മാഷാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാതി ഗൗരവത്തോടെ കാണാൻ ഭരണകൂടം തയ്യാറാവേണ്ടതുണ്ട്. അതിനുവേണ്ടി അവർ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ഒരു സർക്കാർ ഉള്ളപ്പോൾ തുറന്ന് ആരിഫിനെ സഹായിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു പൗരൻ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്, ഞാൻ സർക്കാരിന് എന്നല്ല പറയുന്നത്, ഭരണകൂടത്തിന് അയാൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള ബാധ്യത ഭരണഘടനാപരമായിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന
അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. നമ്മളുടെ കൂടെ സഞ്ചരിക്കുക.